വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ്. അതായത് വീട്ടിൽ നമുക്ക് സ്വന്തമായിട്ട് കൂൺ കൃഷി ചെയ്ത് നമുക്ക് ആവശ്യത്തിനുള്ള കൂൺ ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇതിനു വേണ്ടി ഞാൻ വൈക്കോൽ എടുത്തിട്ടുണ്ട്. ഈ വൈക്കോൽ ചുരുട്ടി നമ്മൾ വീടുകളിൽ വാങ്ങി എടുക്കുന്നതാണ്, അതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വെള്ളത്തിൽ വൈക്കോൽ ഇട്ട് വെക്കുകയാണ്. 24 മണിക്കൂർ നമ്മളൊരു ബക്കറ്റിൽ വെള്ളത്തിൽ മുക്കി വൈക്കോൽ ഇടുകയാണ് ചെയ്യുന്നത് ഫസ്റ്റിൽ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കൂൺ കൃഷി തന്നെയാണിത്. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മഷ്റൂമിൻ്റെ സീഡ് ആദ്യം വാങ്ങി. അതിനുശേഷം നമ്മളിങ്ങനെ 24 മണിക്കൂർ വൈക്കോലിട്ടിട്ട് അതിൻ്റെ വെള്ളം ഒന്ന് വാർന്ന് കഴിയുമ്പോൾ നമ്മൾ നല്ല ഒരു ചെരുവത്തിൽ ഫ്രഷായിട്ട് നല്ല ക്ലീൻ ചെയ്ത് നമുക്ക് ഈ ചെരുവം എടുക്കണം. അതിനുശേഷം നമ്മൾ നല്ല തിളച്ച വെള്ളത്തിലേക്ക് വൈക്കോലിട്ട് ഇതുപോലെ മൂടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വൈക്കോൽ ഇതുപോലെ തന്നെ നമ്മൾ ഇട്ട് തിളപ്പിച്ചെടുക്കണം. പിന്നെ വൈക്കോൽ നമ്മൾ അതുപോലെ തന്നെ ബക്കറ്റിൽ സൂക്ഷിക്കാൻ നേരത്ത് നമ്മൾ അതിൻ്റെ മേളിൽ ടൈറ്റായിട്ടുള്ള ഒരു കല്ല് നന്നായി കഴുകി എടുത്ത് വെക്കണം. ഞാൻ അതിന് വേണ്ടി മാർബിൾ കഷ്ണമായിരുന്നു കൊടുത്തത് കേട്ടോ. പിന്നെ നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈല് ഡെറ്റോളിട്ട് നമ്മൾ ടൈല് ക്ലീൻ ചെയ്ത് ഇട്ടിരിക്കുന്നതാണിത്. നമ്മൾ തിളപ്പിച്ച ഈ വൈക്കോൽ ഈ ഡെറ്റോളിട്ട് ക്ലീൻ ചെയ്തിരിക്കുന്ന തറയിലേക്ക് കൊണ്ടുവന്നിടുകയാണ് ചെയ്യുന്നത്. നിരത്തിയിടുക. അതിൻ്റെ വെള്ളം നമുക്ക് നന്നായി ഒന്ന് വാൽന്ന് കിട്ടണം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മളൊന്ന് ഒരു വെയിലത്തിട്ടൊന്ന് പയ്യൊന്ന് ആ വെള്ളം ഒന്ന് ഉണക്കി മാറ്റിയെടുക്കുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ നമുക്ക് ഈ വിത്ത് വാങ്ങുമ്പോൾ തന്നെ അതിൽ നിന്ന് 2 കൂട് കിട്ടും. അപ്പോൾ ആ കൂടൊന്ന് അടിയിൽ റബ്ബർ ബാൻഡ് ഇട്ടിട്ട് മറിച്ചെടുക്കുന്ന ഒരു ടൈമാണ് ഈ കാണുന്നത്. ഇതുപോലെ നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ടിട്ട് മറച്ച് കൂടെടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ കൂടിലേക്കാണ് ഈ ഉണങ്ങിയ വൈക്കോൽ ചുറ്റി വയ്ക്കുന്നത്. അപ്പോൾ ഇത് പിഴിയാനകത്ത് നമുക്ക് വെള്ളമൊന്നുമില്ല, അത്യാവശ്യം വെള്ളം നന്നായി പോയിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മൾ മഷ്റൂമിൻ്റെ സീഡ് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഇങ്ങനെ ഒരു കട്ടയായിട്ട് കിട്ടിയിരിക്കുന്നത് നമ്മളിതുപോലെ പൊടിച്ചെടുക്കുക. ഇപ്പോൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ ഒരു പാക്കറ്റാണ് എടുത്തിട്ടുള്ളൂ. ഓൾറെഡി നമ്മൾ ഒരു വിത്ത് വരുത്താൻ നേരത്ത് നമുക്കതിൽ 2 പാക്ക് വിത്ത് കിട്ടും. ഇതുപോലെ നമ്മൾ ചുരുട്ടി എടുക്കുക. ചുമ്മാടൊക്കെ ഉണ്ടാക്കുക എന്ന് പറയും പണ്ടത്തെ കാരണവന്മാർ. അതുമാതിരി ചുമ്മാട് കെട്ടുന്ന പോലെ നമ്മൾ ഇതുപോലെ ചുറ്റി എടുക്കണം. ഇങ്ങനെ ചുറ്റിയെടുത്തിട്ട് നമ്മളിത് ഈ കൂട്ടിലേക്ക് നിറച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഫസ്റ്റിൽ ഞാനിവിടെ ചെയ്യുന്നത് 2 ലെയറായിട്ട് ഇങ്ങനെ മടക്കി ചുമ്മാട് പോലെ ഉണ്ടാക്കി അത് വയ്ക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ അതിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ ഈ എടുത്തു വച്ചിരിക്കുന്ന വിത്ത് മഷ്റൂമിൻ്റെ വിത്ത് ഇട്ട് കൊടുക്കണം. ഇതുപോലെ നമ്മൾ സൈഡിലായിട്ടാണ് ഈ വിത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. വിത്തിട്ടതിന് ശേഷം ഇതുപോലെ നമ്മൾ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് അവിടെ മുകളിൽ കെട്ടി കൊടുക്കണം. ഒരു തവണയല്ല, ഞാൻ 2-3 ലെയറായിട്ട് വിത്തിട്ടിട്ടുണ്ട്. എല്ലാം കൂടി കാണിച്ച് വീഡിയോ ലെങ്ത് ആകാതിരിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് കാണിച്ചിട്ടുള്ളൂ എന്നേ ഉള്ളൂ. ഇതുപോലെ നമ്മൾ സൈഡിലാണ് വിത്ത് ഇട്ട് കൊടുക്കേണ്ടത്, നടുക്കൊന്നും വിത്തിടരുത്. അപ്പം നമ്മളിങ്ങനെ 2 കൂട്ടിലും ഇതുപോലെ ഫില്ല് ചെയ്ത് വൈക്കോൽ എടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ കെട്ടി തൂക്കിയതിന് ശേഷം നമ്മളൊരു സൂചി വെച്ചിട്ട് അതല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു സംഭവം വെച്ച് നമ്മളിങ്ങനെ കുത്തി കൊടുക്കണം. കുത്തി കൊടുക്കണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുത്തി കൊടുക്കുന്ന ഈ ഏരിയയിൽ കൂടെയാണ് നമുക്ക് എന്തുണ്ടാകുന്നത്, കൂണുണ്ടാകുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ചെറിയ ഹോൾ ഇട്ട് കൊടുക്കുന്നത്.
15 ദിവസം നമ്മളിത് അടച്ചു വെച്ച് തന്നെ സൂക്ഷിക്കുക. സൂക്ഷിച്ച് ഇരുട്ട് ഉള്ള മുറിയിൽ നിന്നൊന്നുമില്ല, നമ്മളൊരു തുണി അതിൻ്റെ മുകളിൽ ഇട്ടാലും മതി. നമുക്കുള്ള സൗകര്യത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മഷ്റൂമിൻ്റെ ഒരു കൃഷിയാണ് ഈ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതുപോലെ 15 ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് ഇതുപോലെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം. വെള്ളം സ്പ്രേ ചെയ്ത് ഓരോ ദിവസം കൊടുക്കുക. പിന്നെ നമ്മളിത് മൂടി വയ്ക്കുകയൊന്നും വേണ്ട. 15 ദിവസത്തിന് ശേഷം ഒരു 2-3 ദിവസം നനച്ച് കഴിയുമ്പോൾ ഇതുപോലെ നമുക്ക് കൂണ് പുറത്തേക്ക് വന്നു തുടങ്ങും. ഇങ്ങനെയാണ് നമ്മൾ കൂൺ കൃഷി ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കൂണിൻ്റെ കൃഷിയുടെ വീഡിയോ ആണ് കാണിച്ചു തരുന്നത്. ഇനിയിപ്പോൾ കൃഷിയായിട്ട് നമ്മൾ ചെയ്യണമെന്നില്ല, നമുക്ക് ഓൾറെഡി നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള കൂൺ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ആദ്യമായി വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.